അച്ഛാ എവിടെ പോയി? ഇത് ഞാൻ വാങ്ങിച്ചാണ് ഇഞ്ചി ക്യാരറ്റും ഒക്കെ. ഇഞ്ചിക്കറിയൊക്കെ ജസ്റ്റ് വറുത്തൊക്കെ വെക്കാം. അച്ഛൻ കൊണ്ടുവന്ന എന്തൊക്കെയാണ് നോക്കാം. വഴി എവിടെയും വീട് പോകാനെങ്കിലും ഭയങ്കര കെട്ടൊക്കെ കെട്ടി കൊണ്ടുവരും. വരുമ്പോൾ നേരെ അച്ഛൻ്റെ കൃഷി ഇടത്തോട്ട് പോകും. ഇവിടെ എന്നെ വഴക്കൊക്കെ പറയും വെള്ളം ഒഴിച്ചില്ല, ഉണങ്ങി കരിഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡെയിലി അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല. എനിക്ക് തോന്നുമ്പോൾ പോയി ചേർന്ന് അതൊക്കെ പറ്റത്തില്ലെന്നൊക്കെ നടക്കാൻ വഴക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് അപ്പാക്ക് കൊടുത്തില്ല. ഇത് മുളക് പൊടിയാണ്. ഞാൻ പറഞ്ഞാൽ എനിക്ക് മുളക് പൊടി കൊടുത്താൽ എൻ്റെ മുളക് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും. നല്ല കളറുണ്ട്. എരിയില്ലെന്ന് അമ്മ പറഞ്ഞേ. ഇവിടെ എരി വേണ്ട, പിള്ളേർക്ക് എരി പറ്റത്തില്ല. പിന്നെ കടച്ചക്ക, ഇത് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് കടച്ചക്ക. ഇന്നലെ കടച്ചക്ക വാങ്ങിക്കണം വിചാരിച്ചു, പക്ഷെ ഇപ്പം രണ്ടെണ്ണം കിട്ടി. വാങ്ങിക്കാൻ നന്നായി. ഓമയ്ക്കാണ് 2-3 ഉണ്ട്. ഇതൊക്കെ ഇവിടെ അധികമാണ്. പറഞ്ഞാൽ മാത്രം കേൾക്കത്തില്ല. വീണ്ടും വീണ്ടും കൊണ്ടുവരുമ്പോൾ കുറച്ച് മതി നാളെ കേൾക്കത്തില്ല. 3 ഓമയ്ക്ക. ഉണ്ടമുളകും കാന്താരിയും കൂടാൻ പോകും. ഉണ്ടമുളകും ഉണ്ട്, കാന്താരി ഉണ്ട്, ഇതുണ്ട് വാളരിപ്പയർ. വാളരിപ്പയർ പിന്നെ ഒരു വാളരി ഉണങ്ങിയതാണ്. അത് നമുക്ക് ഇവിടെ നടാനാന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് വാഴയ്ക്കാണ് നമ്മൾ വീട്ടിൽ പറഞ്ഞത് മേടിച്ച് പോയി. അതെ, അതിൽ 3-4 വേണമെങ്കിൽ തന്നെ നമുക്ക് തോരൻ വെക്കാം. പിന്നെ ഇത് വെളിച്ചെണ്ണ, നമ്മൾ ആട്ടിയ തേങ്ങ അല്ലേ, ചുണക്കിയ തേങ്ങ, അത് വീട്ടിൽ കൊണ്ടുവന്ന ആട്ടിയത് തിരിച്ചിവിടെ വീണ്ടും എണ്ണയായിട്ടിടാം. ഇത്രയൊക്കെ സാധനങ്ങളാണ് അച്ഛൻ കൊണ്ടുവന്നത്. അപ്പം അച്ഛനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മേളിൽ കയറിയപ്പോൾ നോക്കിയപ്പോൾ അതുകൊണ്ട് അച്ഛൻ വാഴയുടെ ചുവട്ടിലൊക്കെ എന്തൊക്കെയോ വൃത്തിയാക്കണം, എന്തൊക്കെയോ ചെയ്യുന്നത്. അച്ഛന് നടുവ് വിലങ്ങിയിരിക്കും. അതുകൊണ്ട് ഇന്നങ്ങനെ വലിയ പണികളൊന്നും ചെയ്യുന്നില്ല. എല്ലാം ഒന്ന് നോക്കി കുറച്ച് അവിടെയൊക്കെ വെള്ളമൊക്കെ ഒഴിക്കാനുള്ളതൊക്കെ ഒഴിച്ച് അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. ഇങ്ങോട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ വന്നയാ, പക്ഷേ പുള്ളിക്ക് വണ്ടിയിലോട്ട് കയറിയപ്പോൾ നടുവ് വിലങ്ങി. അപ്പോൾ അച്ഛൻ്റെ കൃഷിയാണ് ഈ കാണുന്നത്. അച്ഛൻ ചീനിയും ഇഞ്ചിയും നമ്മുടെ ചേമ്പ്, ചേന, ഇതെല്ലാം അച്ഛൻ കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. പ്ലാവിൻ്റെ തൈ അതൊക്കെ വളർന്നു കേട്ടോ. നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പേ അച്ഛൻ അതൊക്കെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാം വളർന്ന് ഇപ്പോൾ ഇവിടെ ഒരു കാടായിട്ടുണ്ട്. ഇതാണ് അച്ഛൻ്റെയും മരുമോൻ്റെയും ലക്ഷ്യം, ഇവിടെ ഒരു കാടുണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിലെല്ലാം പോച്ച് അച്ഛൻ കൃത്യമായിട്ട് വന്ന് പറിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ആയിട്ട് അച്ഛൻ വരുന്നില്ല. അതിൻ്റെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പാവലും പയറൊക്കെ ഉണ്ട് കേട്ടോ. പയർ നമ്മൾ ഇട്ടിട്ടുള്ളത് കുറച്ച് കിളിച്ച് വരുന്നതേ ഉള്ളൂ. കുട്ടും ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കാടിനകത്തിലായിപ്പോയി. കുട്ടിൻ്റെ ഇടയ്ക്ക് കുറേ വൃത്തിയാക്കും. അച്ഛൻ വീണ്ടും അത് കാട് കയറും. ഇത് തന്നെ ഇപ്പോൾ സ്ഥിരം. അച്ഛൻ പെട്ടെന്ന് തന്നെ പോയി. അപ്പോഴത്തേക്കും ഞാൻ കറികളും ചോറും ഒക്കെ റെഡിയാക്കി. മീൻകറിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെച്ചത്. അപ്പോൾ ചോറും കലവും അടച്ചൊക്കെ ഇട്ടിട്ട് നേരെ ഞാനും കാശിയും ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കുടുംബത്തിൽ പൂജയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടുവിനെ അഴിച്ചു വിട്ടിട്ടാണ് പോകുന്നത്. അതാണ് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൻ അറിഞ്ഞില്ല ഞങ്ങൾ പോകുന്നതൊന്നും. അപ്പോൾ ഞാനും അവനും കൂടെ നേരെ പോവാണ്. അപ്പോൾ തൊട്ടടുത്താണ്ട് ഞങ്ങൾ വണ്ടിയിലും ഒന്നുമല്ല പോകുന്നത്, നടന്നാണ് പോകുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞ സൈക്കിളിൽ വരാമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഒന്ന് നടക്കാമെന്ന്. പക്ഷേ അവൻ കുറച്ച് നേരം പൂജ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വീണ്ടും ഇങ്ങനെ പോകുന്നു കേട്ടോ തിരിച്ച്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ പോവാണ്. കാശ്മീരിനെ ഇനി പരീക്ഷയ്ക്ക് വിട്ടിട്ടാണ് ഞാൻ ഉണ്ണാനായിട്ട് വീണ്ടും പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കുട്ടുമോനെ കാണുന്നില്ലല്ലോ.